വീഡിയോ അല്ലേ? അപ്പോൾ കൊറോണയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റൈഡ് തുടങ്ങി. ഇത്തവണ നമ്മൾ പോണത് ഗോപാലസ്വാമി ബേട്ട ഹിൽസ്. ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു യാത്രയാണ് അല്ലേ? മാസ്ക് ഇടണല്ലോ. ഓക്കെ, മാസ്ക് ഇട്ടിട്ടാവാം. ചലച്ചിത്ര സൗഹൃദ കൂട്ടായ്മയുടെ യാത്രാ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ ചലച്ചിത്ര സൗഹൃദ കൂട്ടായ്മയിലെ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ച ചില താരങ്ങളൊക്കെ ഉണ്ട് കൂടെ. ഇത് സ്വരൂപാണ്. ഇത് ഞങ്ങളുടെ ഓൺലൈൻ പ്രൊമോട്ടറാണ് രാഹുൽ എസ് റോമി. രാഹുലിൻ്റെ പേര്, റോമിന്ന് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ആകാശുണ്ട്, വിഷ്ണു ഉണ്ട്, പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളൊരു യാത്രയാണ്. എന്തായാലും നമുക്ക് പോവാം ഗോപാലസ്വാമി ബേട്ട. അപ്പോൾ നമ്മൾ പാലക്കാട് ചിറ്റൂർക്കാവിൽ നിന്ന് റൈഡ് തുടങ്ങുകയാണ്. ഓക്കെ, റെഡി. ഇവിടെ ഇപ്പോൾ സമയം ഒരു 5:10 ആയിട്ടുണ്ട്. ഇവിടെ നിന്നിപ്പോൾ ഞങ്ങൾ 4 പേരാണുള്ളത്. സ്വരൂപ്, ആകാശ്, വിഷ്ണു, പിന്നെ ഞാനും, പിന്നെ റോമി, ഗോഗോ അതായത് ഗോവിന്ദ്, പിന്നെ ധീരജ്. അവർ നമ്മൾ പോകുന്ന വഴിക്ക് ജോയിൻ ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഗോഗോ ഇത് എൻ്റെ കസിൻസ് ആണ് കേട്ടോ എല്ലാവരും. ഇത് രാഹുൽ റോമി റോക്ക്. അപ്പോൾ നമ്മുടെ റൂട്ട് മാപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട് മണ്ണാർക്കാട് വഴി നിലമ്പൂർ, പിന്നെ നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് നിന്ന് നാടുകാണി, ഗൂഡല്ലൂർ വഴി തെപ്പക്കാട്, മുതുമല, ബന്ദിപ്പൂർ, ബേട്ട ഹിൽസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂട്ട് മാപ്പ്. അപ്പോൾ നമുക്ക് പോവാം ബേട്ട ഹിൽസ്. ഹെയർ പിൻഡൻ്റൊക്കെ ഇൻ്റർലോക്ക് പതിച്ച് സൂപ്പറൊക്കെ ഉണ്ട്, അടിപൊളി. അതുപോലെ റോഡും ഇത് അടിപൊളി കേട്ടോ, രക്ഷയില്ല, സൂപ്പർ. അപ്പോൾ നമ്മൾ വഴിക്കടവ് നാടുകാണി ചുരം കയറുകയാണ്. അത് പൊളിച്ചു. ഇത് സൈക്ലിങ്ങുമായിട്ട് 2 കുട്ടികൾ ചുരം കയറുന്നുണ്ട്. പൊളിച്ചു, അടിപൊളി. ഞങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിമുകളിൽ മിക്കതിലും റൈഡിങ് ഒരു സബ്ജക്റ്റാണ്. കർത്തവ്യം, അതേപോലെ ഓഡിയൻസ്, പിന്നെ ദ ചങ്ക് റൈഡേഴ്സ്, അതിനുശേഷം ചെയ്ത ഓഡിയൻ S2, പാലക്കാട് മെസ്സി, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ലക്കി, അതേപോലെ റൈഡർ ശംഭു, ലോക്ക്ഡൗൺ. അങ്ങനെ എല്ലാ ഷോർട്ട് ഫിലിമിലും റൈഡിങ് ഒരു സബ്ജക്റ്റായിട്ട് തന്നെ ഞങ്ങളതിൽ ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാടുകാണി ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കണു. നാടുകാണി ജംഗ്ഷനാണത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വയനാടാണ്. നമ്മൾക്ക് റൈറ്റാണ് പോകുന്നത്. അതെന്തായാലും കലക്കി. സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുള്ള ചായത്തോട്ടം എനിക്ക് സൂപ്പർ. അപ്പം ഞങ്ങൾ ഗൂഡല്ലൂർ ടൗൺ എത്തിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിക്കാൻ പോണത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത യാത്ര. ഗൂഡല്ലൂർ ടൗണിലൊക്കെ നല്ല തിരക്കാട്ടോ. കൊറോണയുടെ ഭീതിയൊക്കെ പോയെന്നാണ് തോന്നുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ മുതുമല ടൈഗർ റിസർവിലേക്ക് എൻ്ററാവാൻ പോവുകയാണ്. മുതുമല ടൈഗർ റിസർവിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫിക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എടുക്കാൻ പാടില്ല എന്നാണ്. കാടിന് വലിയ പച്ചപ്പൊന്നുമില്ല, ഉണക്കം തട്ടിയിരിക്കുന്നു എല്ലാ ഭാഗത്തും. എന്തായാലും ആദ്യത്തെ ഗസ്റ്റിനെ കണ്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ റൈഡേഴ്സ് എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരുടെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം.
എന്തായാലും റിസർവിൽ കയറിയതും തന്നെ ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റും. അതെന്തായാലും അടിപൊളിയാണ്. ദേ വീണ്ടും പുഴയിലും ആന. ഒന്നല്ല 2-3 ഉണ്ട്. ഒരെണ്ണം ഉള്ളിലുണ്ട്, ഇതേ ഒരെണ്ണം പുഴയിൽ നീന്തി കളിക്കണു. ഇനി ഒന്നത് അപ്പുറത്തുണ്ട്. കാട്ടാനയെ കണ്ടു എന്ന് വിചാരിച്ച സന്തോഷത്തിൽ അടുത്തടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലായത് അത് കാട്ടാനയല്ലായിരുന്നു, നാട്ടാനയാണ്. ഇവിടെ എലിഫന്റ് റൈഡിന് ഉപയോഗിക്കുന്ന ആനകളെ കുളിക്കാൻ വിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ മുതുമല കഴിഞ്ഞ് തെപ്പക്കാടും കഴിഞ്ഞ് ബന്ദിപ്പൂർ ബോർഡർ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് പോസ്റ്റിൽ വണ്ടി നമ്പറും പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുക്കണം. കാട് ഏകദേശം എല്ലായിടത്തും ഉണക്കം തട്ടിയിരിക്കണം. അതുകൊണ്ട് തന്നെ അനിമൽസിനെയൊന്നും അധികം കാണാനൊന്നും പറ്റിയില്ല. മുതുമലയിൽ നിന്ന് കയറിയതും ആനയെ കണ്ടത് തന്നെ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ ഗോപാലസ്വാമി ബേട്ട ഹിൽസിലേക്ക് തിരിയുന്ന വഴി എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം മാത്രം. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ ലൊക്കേഷൻ. ശരിക്കും ഒരു ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആ മാസങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിൻ്റെ 2 വശത്തും പൂക്കളുടെ കൃഷിയാണ്. ചെണ്ടുമല്ലിയും സൂര്യകാന്തിയാണ് ഫുള്ളായിട്ടുണ്ടാവുക. സോ നമ്മൾ ഗോപാലസ്വാമി പേട്ടയുടെ അടിവാരത്തെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടികളൊന്നും കടത്തിവിടില്ല. കർണാടക ആർട്ടിസിൻ്റെ വണ്ടികൾ മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. ഇവിടുന്ന് ഒരാൾക്ക് പോയിട്ട് വരാൻ 60 രൂപയാണ് ചാർജ്. അതിൻ്റെ ടിക്കറ്റ് നമ്മൾ ഇവിടുന്ന് താഴ്ന്ന തന്നെ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ബസ്സിലെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബൈക്കിൽ റൈഡ് വന്നാൽ നമ്മൾക്ക് ഇനി ഒരു ബസ് റൈഡാണ്. എന്തായാലും എല്ലാ സീറ്റും ഫുള്ളാണ്. അപ്പോൾ ഇതാണ് ഹിമവത് ഗോപാലസ്വാമി ബേട്ട ഹിൽസ്. ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. ഇനി എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ മസനഗുഡി, കല്ലട്ടി വഴി ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂർ വഴി പാലക്കാട്. അതാണ് ഞങ്ങളുടെ ഇനിയുള്ള റൂട്ട് പ്ലാൻ.
7 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഊട്ടി എത്തി. ഒരു വട്ടം ചിപ്സ് വേസ്റ്റ് ആക്കുന്നു. വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത പണി. വിഷ്ണുവിൻ്റെ അമ്മ ഉണ്ടാക്കിയ കുറച്ച് ചിപ്സ് ഉണ്ട്. കഴിക്കും. ചിപ്സിന്റെ റിവ്യൂ പറയാ സാറാണ് ഏട്ടാ. ഗോ ചിപ്സ് എങ്ങനെയുണ്ട്? ബ്രോ ചിപ്സ് എങ്ങനെയുണ്ട്? കൊണ്ടുവന്ന സ്നാക്സും വെള്ളം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ടാണല്ലോ. ഇത്രയും കാട്ടിലൂടെ വണ്ടി ഓടിച്ചു വന്ന് ഞങ്ങൾക്ക് അവിടെയൊന്നും കാണാൻ പറ്റാത്ത കാട്ടുപോത്തിനെ ഊട്ടി ടൗണിൽ വെച്ച് കാണാൻ പറ്റി. ഇത്രയും തിരക്കിനിടയിൽ കൂടെ ആശാൻ ഒരു പേടിയില്ലാതെ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോവുക. എന്തായാലും റൈഡ് അവസാനിക്കുന്നതിന് മുമ്പ് റൈഡേഴ്സ് ഡാൻസ് എന്നൊരു പരിപാടി കൂടി ഉണ്ട്. എന്തായാലും അതും കൂടെ ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവാം.